രാക്ഷസ വീടിന്റെ വാർത്ത നാട്ടിൽ പാട്ടായി. നീ അറിഞ്ഞോ? ഒരു വീട് പറന്നു. എൻ്റെ വീടും പറത്തണം. ഓക്കെ ചേട്ടാ. വൈകാതെ. ഹിഹി, കലക്കി. മറ്റൊരിടത്ത് ചാടുന്ന ഒരു വീടിനെ പറ്റി വാർത്തയുണ്ട്. എനിക്കിന്ന് ഓഫീസിൽ പോയേ പറ്റൂ. എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ വിളിക്കണം. അല്പം കഴിഞ്ഞ്, മുതലാളി വീട് ചാടുന്നത് കണ്ടില്ല, പക്ഷേ മതിലിയാടി. അയ്യോ, ഞാൻ ലീവ് എടുത്ത് വരാം. വിചിത്രമായി എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഹോ, വീട്ടിൽ. എവിടെ എവിടെ? ദാ അവിടെ ഒരു പയ്യൻ മതിലിയാടി. പന്തെടുക്കാനാ. മണ്ട, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. പെട്രോളും കത്തിച്ച് ലീവും കളഞ്ഞു വന്നത് ഈ മണ്ടത്തരം കേൾക്കാനാണോ? കടക്ക് പുറത്ത്. നിനക്കിനി ഇവിടെ ജോലിയില്ല. പണി പോയ സുബ്രു പെരുവഴിയിൽ. പെട്ടെന്ന് വരുന്നോ? ഒറ്റയ്ക്ക് പറന്ന് ബോറടിച്ചു. രാക്ഷസ വീടിന്റെ കഥ കാട്ടിലും പാട്ടായി. എനിക്കും വേണം പറക്കുന്ന വീട്. താൻ സംഘടിപ്പിക്കേ. പണിയായി. സത്യത്തിൽ അങ്ങനെ ഒരു വീടില്ല ചേട്ടാ. ഇല്ലെന്നോ? എന്നിട്ട് പലരും കണ്ടതോ? മര്യാദയ്ക്ക് പോയി ശരിയാക്കണോ? സൂത്ര, എനിക്കൊരു ഐഡിയ. വീട് തീരെ ചെറുതാക്കി പണിതാൽ പോരെ? എന്നിട്ടോ? ചെറുതാണെങ്കിൽ മാങ്ങയൊക്കെ പെറുക്കുന്നത് പോലെ പെറുക്കാമല്ലോ. മണ്ടച്ചാരെ, പെറുക്കാനല്ല, പറക്കാൻ. ഐഡിയ. വൈദ്യരെ, വീടൊരെണ്ണം ഞാൻ ഉണ്ടാക്കാം. പക്ഷേ അത് പറക്കുന്നതായി കടിയന് തോന്നണം. അതിനു പറ്റിയ മരുന്നുണ്ടോ? ഹഹ, തോന്നിക്കാനല്ലേ, മരുന്നുണ്ട്. ഈ പഴം 21 എണ്ണം തിന്നാൽ ഇരിക്കുന്ന സ്ഥലം പറക്കുകയാണെന്ന് തോന്നും. കൂടുതൽ പഴം ജലദോഷിക്കുന്നിൽ കിട്ടും. ശരു, താൻ വീട് പണി തുടങ്ങിക്കോ, ഞാൻ പഴം കൊണ്ടുവരാം. ഇതുപോലുള്ള തട്ടിപ്പേ മണ്ടൻ കടിയന്റെ അടുത്ത് ചെലവാകൂ. ഹിഹി. നല്ല കാറ്റ്. കുന്നിന്റെ അടുത്തായതുകൊണ്ടാ. ഇതെന്താ, കൊടുങ്കാറ്റോ? രാക്ഷസ വീട് വലിച്ചെടുക്കുന്ന കാറ്റാണതെന്ന് സൂത്രൻ അറിഞ്ഞില്ല. അയ്യോ, രാക്ഷസ വീട് വിഴുങ്ങിയവർ ആരും പുറത്തു വന്നിട്ടില്ല. സൂത്രന്റെ കഥയും എന്നേക്കുമായി തീരുകയാണോ? നിങ്ങൾ ഇവിടെ? ഹഹ. അയ്യോ, അത് പറക്കുന്നു. അല്ല, ചാടുകയാ, തവളയെപ്പോലെ. മുന്നിൽ ചെല്ലുന്നവരെ വീട് വിഴുങ്ങും. ചേട്ടൻ ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. ഒരാനയെ അത് വിഴുങ്ങുന്നത് ഞങ്ങൾ കണ്ടു. ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അത് ഞാൻ ബുദ്ധിപൂർവ്വം ആലോചിച്ച് കണ്ടുപിടിക്കാം. പിള്ളേരുടെ മുന്നിലൊന്ന് വെയിറ്റ് ഇടാം. ഹഹ, ശരി. തൽക്കാലം ചേട്ടൻ പൊയ്ക്കോ. ആ വീടിന്റെ മുന്നിൽ ഇനിയും ചെന്ന് പെടണ്ട. സത്യത്തിൽ ആ വീടെങ്ങനെ പറക്കുന്നു? ശടാ. മറ്റൊരിടത്തും ഇതുതന്നെയായിരുന്നു ചർച്ച. ഇതിന്റെ രഹസ്യം കണ്ടുപിടിച്ചേ പറ്റൂ. അതിന് നിങ്ങളുടെ സഹായം വേണം. എൻ്റെ മകനെ ഇനി തിരിച്ചു കിട്ടുമോ എന്ന് അറിയില്ല. എങ്കിലും പറയൂ, എവിടെ വെച്ചാണ് നിങ്ങൾ ആദ്യം ഇത് കണ്ടത്? ദാ ആ കുഴി കണ്ടില്ലേ? അവിടെ ആയിരുന്നു രാക്ഷസ വീട്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ആ വീട് അവിടെയുണ്ട്. പണ്ട് ഏതോ സഞ്ചാരിയെ വീട് കൊന്നു തിന്ന കഥ ഈ നാട്ടിലുണ്ട്. കഥ കേട്ട ആരും പേടിച്ചാ വഴി പോകാറില്ല. ഞാൻ മുന്നറിയിപ്പ് കൊടുത്തതാ. എന്നിട്ടും ആ അപ്പൂപ്പനും ചാത്തനും അകത്ത് കയറി. എന്നാലും കുട്ടൂസന്റെ അവസാനം ഇങ്ങനെ ആയല്ലോ. ലുട്ടാപ്പി മണ്ടനാണെങ്കിൽ ഒരു സഹായമായിരുന്നു. അതുപോലൊരു ചാത്തനെ ഇനി എവിടുന്ന് കിട്ടും? മായാവി കയ്യിലുള്ള കാര്യം ഓർത്തില്ല. ഇവൻ സഹായിക്കും. എൻ്റെ അടിമയാ. പുറത്തു വാടാ. കുട്ടൂസനെ തിന്ന രാക്ഷസ വീടിനെ നീ വക വരുത്തണം. രാക്ഷസ വീടിനെ കൈകാര്യം ചെയ്യുക, അതാണ് നിന്റെ ജോലി. ഒരുപക്ഷെ എൻ്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടാകും. അവനെ രക്ഷിക്കണം. പക്ഷേ എന്താടാ ഒരു പക്ഷേ? ഞാൻ നേരിട്ട് ചെല്ലുന്നത് അത്ര ബുദ്ധിയല്ല. അതെന്താ? കുപ്പിയിലിരുന്ന് ഞാൻ എല്ലാം കേട്ടു. ആ വീട് ഇപ്പോൾ ശരിക്കും ഒരു രാക്ഷസനാണ്. ഇത്രയും കാലം അനങ്ങാതിരുന്ന വീട് എങ്ങനെ ആളുകളെ തിന്നാൻ തുടങ്ങി? അതിന്റെ കാരണം അറിയാതെ അവന്റെ മുന്നിൽ ചെല്ലുന്നത് അപകടമാണ്. വെറും ഒരു ഒറ്റമുറി വീടാണെങ്കിലും അകത്തു പോയവരാരും തിരിച്ചു വരുന്നില്ല. ഒരുപക്ഷെ അവരിനി ഒരിക്കലും തിരിച്ചു വരില്ല. അയ്യോ, എൻ്റെ മോൻ. ക്ഷമിക്കണം, നമ്മൾ എന്തും നേരിടാൻ തയ്യാറാവണം. വീടിനെ രാക്ഷസനാക്കിയ ആളെ ആദ്യം കണ്ടെത്തണം. എങ്കിലേ എന്തെങ്കിലും ചെയ്യാനാകൂ. എങ്കിൽ അത് നീ തന്നെ കണ്ടെത്ത്. പക്ഷേ വടിയില്ലാതെ എനിക്ക് മുഴുവൻ കഴിവ് കിട്ടില്ല. ഹമ്പടാ, ആ സൂത്രം നടപ്പില്ല. വടി തന്നാൽ മുങ്ങാനല്ലേ? പകുതി കഴിവും വെച്ച് ആദ്യം ഒന്ന് അന്വേഷിക്ക്, എന്നിട്ട് വടി തരാം. ശരി, പക്ഷേ ആക്രമണം ഉണ്ടായാൽ തടയാൻ സഹായം വേണം.
അതിശക്തനായ ഒരാളുടെ സഹായം. ഞാൻ മതിയോ? തുഗ്ലൻ രാജാവിൻ്റെ ഭടന ഭയങ്കര ശക്തിയാ. പോരാ, ആനകളെ പോലും പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരാൾ വേണം. എങ്കിൽ മുട്ടാളി വേണ്ടിവരും. അത് നടപ്പില്ല. വേണ്ട, മറ്റൊരാളുണ്ട്, അതാ വരുന്നു. ചിരിച്ചാൽ ഈ അപ്പൂപ്പന് 10 ആനയുടെ ശക്തി കിട്ടും. നിഷ്കു അപ്പൂപ്പനും ഡാകിനി അമ്മൂമ്മയും അന്ന് ആദ്യമായി കണ്ടുമുട്ടി. നമസ്കാരം മായാവി, കുറച്ചു കാലമായല്ലോ കണ്ടിട്ട്. ഇങ്ങേരുടെ കയ്യിൽ പോത്തിന്റെ തല. ഇത് വേറിട്ട പോത്താ. വേറിട്ട പോത്തിന്റെ തലയൊഴികെ ബാക്കിയെല്ലാം വീട് വിഴുങ്ങി. ഞങ്ങളും രാക്ഷസ വീടിന്റെ കാര്യം പറയാനാ വിളിച്ചത്. എനിക്ക് നിഷ്കു അപ്പൂപ്പന്റെ സഹായം വേണം.